പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന് മാറ്റമില്ലാത്ത വചനമായിട്ട് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെയാക്കിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിത്യജീവൻ. നിത്യജീവനം നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മരണാനന്തരമുള്ള ആ ഒരു ജീവൻ, നിലനിൽക്കുന്ന ജീവൻ, മരിച്ചു കഴിഞ്ഞാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോ മരിച്ചതിനെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിത്യതയിലേക്ക് പ്രവേശിച്ചു. അവർ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നിത്യത എന്ന് പറയുമ്പോൾ മരണത്തിന് ശേഷം ലഭിക്കുന്ന, മരണാനന്തരം പ്രവേശിക്കുന്ന ഒരു അനുഭവമാണ് നിത്യത എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം ലഭിച്ചു. യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ കൈക്കൊള്ളുകയും ചെയ്തവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. ദൈവ മക്കൾ എന്ന് പറയുമ്പോൾ അതായത് ദൈവത്തിന്റെ അവസ്ഥ, ദൈവം നിത്യതയിലാണ്, നാമും നിത്യതയിലേക്ക് പ്രവേശിക്കും. ദൈവം മരിക്കാത്തവനാണ്, നാമും മരണമില്ലാത്ത അവസ്ഥയിലായിത്തീരുക. നിത്യത. ഇപ്പൊ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു മരണമുണ്ട്, പക്ഷെ നാം ശരീരമല്ല, നമ്മൾ ആത്മാവ്. അപ്പൊ നമുക്ക് നമ്മള് ശരീരപ്രകാരമായ ഒരു മരണം സംഭവിച്ചാലും ആത്മാവിൽ ഒരിക്കലും മരിക്കാത്ത നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്, അതായത് നിത്യജീവൻ അവകാശിയായി മാറേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. നിത്യജീവൻ, അവിടെ നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് ലഭിക്കുന്ന ഒന്നായിട്ടല്ല പറയുന്നത്. തന്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അപ്പോൾ അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവൻ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന്റെ അവസ്ഥയാണ് എന്ത്? നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ആ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പദവിയാണ്. എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? തന്റെ ഏകജാതന പുത്രനിൽ വിശ്വസിച്ചപ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നാം നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി നിത്യതയിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ നിത്യത എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് മരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ മരിക്കാതിരിക്കുന്ന അവസ്ഥ അല്ല, മരിക്കാതിരിക്കുക എന്നത് മാത്രമല്ല അവിടെ ഉൾക്കൊള്ളുന്ന അവസ്ഥ എന്ന് പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നശിക്കാത്തത്, തീർന്നു പോകാത്തത്, തകർന്നു പോകാത്തത്, നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വാഗ്ദത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ജീവൻ, നിലനിൽക്കുന്ന സ്വസ്ഥത, നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന അനുഗ്രഹം, നിലനിൽക്കുന്ന മാന്യത, ഇത് മുഴുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് എബ്രായ ലേഖനത്തിൽ അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കാം. ശബത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടും. അപ്പൊ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അവന്റെ സ്വസ്ഥത. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് സ്വസ്ഥത എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല സ്വസ്ഥത എന്ന് പറയുന്നത്. ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല സ്വസ്ഥത എന്ന് പറയുന്നത്. ജോലി ചെയ്യുമ്പോഴും സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വസ്ഥത. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത, വിശ്രമം, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം,
നമ്മൾ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യില്ല. അതിൽ അല്പസമയം നമുക്ക് വിശ്രമത്തിന് വേണ്ടി എടുക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്യത്തില്ല, വിശ്രമത്തിന് വേണ്ടി എടുക്കും. അതുപോലെ തന്നെ വലിയ കമ്പനികൾക്ക് ജോലി, നമുക്ക് വർഷത്തിൽ 1 മാസം അവധിയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മനുഷ്യന് വിശ്രമം ആവശ്യം, ജോലി ചെയ്യാതിരിക്കുന്നത് ആവശ്യമുള്ള കാര്യം. നമുക്കറിയാലോ, ജോലി ചെയ്യാതിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സ്വസ്ഥത. ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, ഒരു വ്യക്തി എന്തെങ്കിലും രോഗം കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ ജോലിയൊന്നുമില്ല, അദ്ദേഹം രോഗക്കിടക്കയിലാണ്, ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വ്യക്തി. ആ വ്യക്തി ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുമ്പോഴും അദ്ദേഹം ജോലി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അസ്വസ്ഥനാണ്, അല്ലെ? അവിടെ ആശുപത്രി കിടക്കയിൽ ജോലിയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല, പക്ഷെ അസ്വസ്ഥനാണ്. കാരണം അദ്ദേഹത്തിന്റെ രോഗത്തെ കുറിച്ച് ചിന്തിച്ച്, ഇല്ലെങ്കിൽ ആ രോഗം നിമിത്തം ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, എന്തെങ്കിലും തന്റെ ശാരീരികമായിട്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമോ, അസ്വസ്ഥനാണ്. എന്തുകൊണ്ടാ? ജോലി അവിടെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിനകത്ത് സ്വസ്ഥതയില്ലാത്തത്. ഇവിടെ വചനം പറയുന്നത് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് ഒരു പ്രോമിസ് ഉണ്ട് അവിടെ. അവന്റെ സ്വസ്ഥതയിൽ, ആരുടെ? കർത്താവിന്റെ സ്വസ്ഥതയിൽ. കർത്താവിന്റെ സ്വസ്ഥതയിൽ അവന്റെ സ്വസ്ഥത. ആമേൻ, ഹല്ലേലൂയ. എന്താണ് അവന്റെ സ്വസ്ഥത? അതായത് നമുക്കറിയാം, കർത്താവായ ദൈവം ആദിയിൽ എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്നത് അവൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുകയല്ല. പറഞ്ഞു, സ്വസ്ഥനായിരുന്നു, പറഞ്ഞത് സംഭവിച്ചു. അവന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ബൈബിളിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കും. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള പവറുണ്ട്, ജീവൻ കൊണ്ടുവരാനുള്ള പവറുണ്ട്, മരണത്തെ കൊണ്ടുവരാനുള്ള പവറുണ്ട്. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്ന അടിസ്ഥാനപ്പെട്ടിരിക്കുക നമ്മുടെ ചിന്തകളെ. എന്നാൽ സ്വസ്ഥതയുടെ പ്രകടനം എന്ന് പറയുന്നത്, സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്ന എങ്ങനെ? നാം പറയുന്ന വാക്കിലൂടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സ്വസ്ഥത, സമാധാനം, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത കൊണ്ട് നിറയ്ക്കണം. ആ സ്വസ്ഥതയുടെ വാക്കുകൾ വിളിച്ചു പറയണം. ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കാനായിട്ട് എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അവർ കേട്ട വചനത്തെ വിശ്വസിച്ചില്ല. നമ്മൾ കേട്ട വചനത്തെ നമ്മൾ എത്ര പ്രാവശ്യം വചനം കേൾക്കുന്നു എന്നതിലല്ല, കേട്ടതിനെ നാം എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതം അത്ഭുതമായി മാറണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കണം. അവിടെ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വളരെ പ്രസക്തം. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാകും. അതായത് ഇവിടെ വചനത്തിൽ പറയുന്നത് അവർക്ക് കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അതായത് വിശ്വാസമായി പരിണമിക്കൽ എന്ത് ചെയ്യണം? കേട്ടതിനെ വീണ്ടും 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 കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതമായി മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതമായി മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ ഒരു വലിയ ആമേൻ ചരിത്രമായി മാറണമെങ്കിൽ ഒരൊറ്റ കാര്യം മതി. നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുക, തുടർച്ചയായി കേൾക്കുക. അത് എപ്പോൾ വരെ കേൾക്കണമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലെ ഭാരമില്ലേ, ആ ഭാരം മാറുന്നത് വരെ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ തുടർച്ചയായിട്ട് വചനം കേൾക്കണം. അതായത് നമ്മുടെ മനസ്സിനകത്ത് വിഷയങ്ങളെക്കാൾ വലുതാണ് വിഷയങ്ങളെ കുറിച്ചുള്ള ആകുലതയും ഭാരവും. എപ്പോഴാണോ വിഷയത്തിന്റെ ആകുലത നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു എന്നതിന്റെ സൈൻ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു എന്നതിന്റെ സൈനാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഭാരം മാറിപ്പോകും. നമ്മൾ വചനം കേൾക്കേണ്ടത് വിശ്വാസമായി പരിണമിക്കുന്നത് വരെ കേട്ടുകൊണ്ടിരിക്കണം. ഇല്ല, ഈ രോഗം എന്നെ തകർക്കത്തില്ല,
ഈ സാമ്പത്തിക വിഷയം എന്നെ തകർക്കത്തില്ല, ഈ നിരാശ എന്നെ തകർക്കത്തില്ല, ഈ വിഷയം എന്നെ തകർക്കത്തില്ല, ഈ സാഹചര്യം എന്നെ തകർക്കത്തില്ല. എനിക്കൊരു കാര്യം പറയാം, എന്റെ അകത്തിരിക്കുന്നത് ലോകത്തിലേക്കാൾ വലിയൊരുവനാണ്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. തകർന്നു പോകാൻ അനുവദിക്കാത്ത ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. എന്നെ ലജ്ജയ്ക്ക് അനുവദിക്കാത്ത ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. എന്നെ വിട്ടുവീക്കുന്ന ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. എന്നെ മാനിക്കുന്ന ഒരു ദൈവം എന്റെ അകത്തിരിപ്പുണ്ട്. എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ ബോധ്യം, യെസ്, എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, എന്നെ കാണുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, എനിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകുന്നത്, സാഹചര്യങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വിശ്വാസമായി പരിണമിക്കുന്നത് വരെ, വചനം വിശ്വാസമായി പരിണമിക്കുന്നത് വരെ, ഹല്ലേലൂയ, വചനത്തെ കേട്ടുകൊണ്ടിരിക്കണം, വചനത്തെ കേട്ടുകൊണ്ടിരിക്കണം, വചനത്തെ കേട്ടുകൊണ്ടിരിക്കണം. ആമേൻ. ഇവിടെ വചനത്തിൽ പറയുന്നത്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. കേട്ടവരല്ല, വിശ്വസിച്ചവർ. അപ്പൊ അവിടെ എന്റെ അകത്ത് വിശ്വാസമായി പരിണമിച്ചു എന്നതിന്റെ അടയാളം എന്താണ്? ഞാൻ കേട്ട വചനം വിശ്വാസമായി എന്റെ അകത്ത് പരിണമിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? സ്വസ്ഥത വരും, വലിയ സ്വസ്ഥത. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ അവിടെ അധ്വാനത്തെയും ഭാരം ചുമക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ 28-ാം വാക്യത്തിൽ. എന്നാൽ 29-ാം വാക്യം പറയുക, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, ആകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടത്. അവിടെ ആത്മാക്കൾ എന്ന് പറയുന്നത് സോൾ, നിങ്ങളുടെ മനസ്സെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അധ്വാനവും ഭാരവും അല്ല നിങ്ങളുടെ വിഷയം. നിങ്ങൾക്ക് സൗമ്യത അനുഭവിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഹല്ലേലൂയ, താഴ്മയുള്ളവരാകാൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നിങ്ങളുടെ അധ്വാനത്തിന്റെയും ഭാരം ചുമക്കുന്ന അനുഭവത്തിന് കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിന്റെ അധ്വാനമല്ല, നിങ്ങളുടെ മനസ്സിനകത്തുള്ള അമിത ഭാരം, അമിതമായ ആകുലത, ചിന്താക്കുഴപ്പങ്ങൾ, നിരാശ, ഭയം. നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക, എന്റെ ജീവിതം മാത്രം പ്രയാസത്തിൽ, മറ്റുള്ളവരെല്ലാവരുടെ ജീവിതവും വളരെ നന്നായിട്ട് പോകുന്നു, എന്റെ ജീവിതത്തിൽ മാത്രം വലിയ പ്രതിസന്ധി. അപ്പൊ ഇവിടെ ഈ അധ്വാനം എന്ന് പറയുന്നത് ശാരീരികമായി ഉണ്ടാകുന്ന അധ്വാനത്തെ അല്ല അവിടെ പറയുന്നത്, മനസ്സിനകത്ത് നിങ്ങളുടെ ആത്മാക്കൾ. അവിടെ വചനം പറയുന്ന ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ സോളിൽ, ഇറ്റ്സ് നത്തിങ് അബൌട്ട് സ്പിരിറ്റ് ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് സോൾ. അതവിടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പരിഭാഷയുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സ്, സോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അധ്വാനത്തിന് കാരണം എന്താ? ഭാരം ചുമക്കാൻ കാരണം എന്താ? നിങ്ങളുടെ സോൾ, നിങ്ങളുടെ മനസ്സിനകത്ത് അസ്വസ്ഥതയുള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറാനായിട്ട് കർത്താവ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം. നമ്മൾ എത്രത്തോളം ഈ ദൈവവചനത്തെ കേട്ട്, വചനത്തെ കേട്ട് അത് വിശ്വാസമായി പരിണമിക്കുന്നത് വരെ തുടർച്ചയായിട്ട് വചനത്തെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായിട്ട് നിങ്ങൾ ആ വചനം കേട്ട്, വചനം കേട്ട്, വചനം കേട്ട്, വചനം കേട്ട്, വചനം കേട്ട്, ഹല്ലേലൂയ, ആ വചനത്തിന്റെ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ആമേൻ വിശ്വാസമായി പരിണമിക്കുന്നു, സ്വസ്ഥതയായി തീരുന്നു, ഹല്ലേലൂയ, അതുവരെയും നിങ്ങൾ വചനം കേട്ടുകൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും നൽകുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. ദൈവം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് യാതൊന്നും എനിക്കെതിരായി മാറുകയില്ല എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വേണം. ദൈവം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുക. അതെ, സാഹചര്യങ്ങൾ നോക്കിയാൽ എനിക്ക് അനുകൂലം, ബട്ട് ഗോഡ് ഈസ് ഫോർ മീ. ദൈവം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുക. ദൈവം എനിക്ക് അനുകൂലമായി, ദൈവം എന്റെ പക്ഷത്ത് എനിക്ക് വേണ്ടി നിലയുറപ്പിച്ചിരിക്കുക. എനിക്ക് വേണ്ടി, എന്റെ പക്ഷത്തായിട്ട് എനിക്ക് വേണ്ടി വാദിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി നിൽക്കുന്നവനാണ്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നവനായിട്ട് ദൈവം എന്റെ പക്ഷത്ത് നിൽക്കുക. ആമേൻ. അപ്പൊ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അത് കേട്ട് കേട്ട് വിശ്വാസം കേൾവിയാൽ ഉണ്ടാകും. തുടർച്ചയായുള്ള കേൾവി
നിങ്ങളുടെ അകത്ത് വലിയ സ്വസ്ഥതയെ കൊണ്ടുവരും, വലിയ ആശ്വാസത്തെ കൊണ്ടുവരും. ആമേൻ. നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് ഹല്ലേലൂയ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്ത് ഏത് വിഷയത്തിന് മുമ്പിലും അതിനെ അഭിമുഖീകരിച്ച് പരാജയപ്പെടുത്തി ജയമായി ജീവിക്കുവാൻ ഒരു ആമേൻ ഹല്ലേലൂയ ഒരു വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നത് തന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ഹല്ലേലൂയ, വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. എന്താ? സ്വസ്ഥതയുടെ ഒരു വാഗ്ദത്തം. ഇവിടെ നമുക്ക് അതിന്റെ 9-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 4:9. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം, ദൈവജനത്തിന് ശേഷിച്ചിരിക്കുന്ന ഒരു ശബത്തനുഭവമാണ്. ദൈവജനത്തിന് ശേഷിച്ചിരിക്കുന്ന കാലം വളരെ പ്രയാസമുള്ളൊരു കാലമല്ല. ഇവിടെ പറയുന്നത് ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബത്തനുഭവം. ഈ ശബത്തനുഭവം എന്ന് പറയുമ്പോൾ കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന് 17-ാം വാക്യം പ്രസക്തമാണ്. ഞാൻ 16-ഉം 17-ഉം വായിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ആമേൻ. അപ്പോഴ് അവിടെ കാര്യങ്ങളുടെ വളരെ വ്യക്തമായ ഒരു ചിത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. കാരണം നിങ്ങൾ ഇത് ചെയ്തു ചെയ്തില്ല, നിങ്ങൾ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതിനോ അല്ല ഇവിടെ പ്രസക്തി. ഇവിടെ പ്രസക്തി വരുന്നത് ക്രിസ്തുവിനാണ് പ്രസക്തി. ഇവിടെ പറയുന്ന ഒരു കാര്യത, ആമേൻ, കാര്യങ്ങളുടെ പൊരുളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേഹം എന്നത് ക്രിസ്തുവാണ്, ക്രൈസ്റ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ശബത്ത് എന്ന് പറയുന്നത് ആമേൻ ഒരു ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രമമായിട്ടോ ആചാരമായിട്ടോ അല്ല കാണേണ്ടത്. ശബത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവാണ്. ക്രിസ്തുവിലാകുന്നതാണ് സ്വസ്ഥത, ക്രിസ്തുവിലായി തീരുന്നതാണ് റെസ്റ്റ്. അപ്പൊ നമ്മുടെ സ്വസ്ഥതയുടെ അടിസ്ഥാനം എവിടെയാ? ക്രിസ്തുവിലാകുന്നത്. നമുക്ക് യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ശബത്ത് ദിവസം, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ശബത്ത് ദിവസം യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, കുരുടനെ സൗഖ്യമാക്കി, 38 വർഷം കിടന്ന കിടക്കിൽ കിടന്നവനെ സൗഖ്യമാക്കി, 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കി. ഇതെല്ലാം യേശു ക്രിസ്തു ചെയ്ത് ശബത്ത് ദിവസം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ദൈവത്തിൽ നിന്നുള്ളവനെ അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരുന്നു. ഒറ്റ കാരണം കൊണ്ടാണ് അവൻ ശബത്ത് ആചരിക്കുന്നില്ല എന്ന ഏക കാരണം. ശബത്ത് ആചരിക്കുന്നില്ല എന്ന ഏക കാരണം കൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവത്തിൽ നിന്നുള്ളവനെ അംഗീകരിക്കാൻ കഴിയാതിരുന്ന അവർ ആമേൻ ശബത്തിനെ ആചാരമാക്കി മാറ്റി. അതായത് ശബത്ത് അല്ലെങ്കിൽ ദൈവിക പ്രമാണത്തെ മുഴുവൻ അവര് അനുസരിച്ചതും അതിനെ അതുപോലെ ചെയ്തതിനും കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിച്ചാൽ വരുന്ന ശിക്ഷയെ കുറിച്ചുള്ള ഭയമായിരുന്നു അവർ ന്യായപ്രമാണത്തെ അനുസരിക്കാനുണ്ടായിരുന്ന കാരണം. എന്നാൽ യേശുക്രിസ്തു ശബത്ത് ആചരിക്കാത്തവനായിരുന്നില്ല, ആചരിച്ചവനാണ്. എന്നാൽ യേശു ശബത്ത് ആചരിച്ചത് പിതാവിനോടുള്ള സ്നേഹത്താൽ പ്രമാണം അനുസരിച്ചവനാണ്. അതുകൊണ്ട് ശബത്ത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമായിരുന്നില്ല, ശബത്ത് എന്ന് പറയുന്നത് അനുഭവമായിരുന്നു. നമുക്ക് ദൈവജനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശബത്ത് ദിവസം പുരോഹിതന്മാർക്ക് ദേവാലയത്തിനകത്ത് വെച്ച് ശബത്ത് ലംഘിക്കാം. അവർ ദേവാലയത്തിനകത്ത് ജോലികളൊക്കെ ചെയ്യുന്നവരല്ല ശബത്ത് ദിവസം. അപ്പൊ ദേവാലയത്തിനകത്ത് അവർ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് ശബത്ത് ലംഘിക്കപ്പെടുന്നില്ല. കാരണം അവർ ദേവാലയത്തിനകത്ത് ചെയ്യുന്നത് കൊണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് 5-ാം വാക്യം, അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു. അപ്പൊ അവര് ഈ ദേവാലയത്തിനകത്ത് വെച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, കുറ്റമില്ല. കാരണം അവർ ദേവാലയത്തിനകത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ദൈവത്തിന്റെ ആലയമാണ്. ഇപ്പൊ ദൈവത്തിന്റെ ആലയത്തില് ഒരു ദിവസത്തിന്റെ പ്രത്യേകതയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ആമേൻ ഒരു ദിവസത്തെ ഒഴിവില്ല. എല്ലാ ദിവസവും കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. മാത്രമല്ല, ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുന്നത് ഭയത്തോടെയാണ് അനുസരിക്കുന്നതെങ്കിൽ അത് ദാസന്മാരുടെ അടയാളമാണ്. എന്നാൽ സ്നേഹത്താൽ അനുസരിക്കുന്നെങ്കിൽ പുത്രന്റെ അടയാളം. അങ്ങനെയാണെങ്കിൽ
ഒരു ദാസൻ യജമാനനെ അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ശമ്പളമാണ്, അവൻ ചെയ്തതിന് തക്കത്. പക്ഷേ ഒരു മകനാണ് യജമാനനെ അല്ലെങ്കിൽ പിതാവിനെ അനുസരിക്കുന്നതെങ്കിൽ അവൻ ചെയ്യുന്നതിന് തക്കവണ്ണമല്ല, പിതാവിന്റെ ധനത്തിന് തക്കവണ്ണമാണ് മകന് ലഭിക്കുന്നത്. അതായത് ദാസന് ശമ്പളം ലഭിക്കുമ്പോൾ മകന് ലഭിക്കുന്നത് അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എന്റെയും ആമേൻ ഹല്ലേലൂയ പദവി എന്ന് പറയുന്നത് ദൈവ മക്കൾ എന്ന പദവിയാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമുക്ക് പിതാവായിട്ടുള്ളത് കൊണ്ട് നാം അവന്റെ മക്കളാകിയാൽ നാം അവകാശികളാണ്. സൗഖ്യം എന്റെ അവകാശമാണ്, സ്വസ്ഥത എന്റെ അവകാശമാണ്, ജയം എന്റെ അവകാശമാണ്, ഉയർച്ച എന്റെ അവകാശമാണ്, നന്മ എന്റെ അവകാശമാണ്. പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ആമേൻ. പ്രതിസന്ധികളെ കൂടെ കടന്നുപോയി അനുഗ്രഹിക്കപ്പെടുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അനുഗ്രഹം എന്ന് പറയുന്ന പദത്തിനകത്ത് എന്തൊക്കെയുണ്ട് അത് മാത്രമേ നിങ്ങളിലുള്ളൂ. കാരണം കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആമേൻ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് വരെ വചനം കേട്ടുകൊണ്ടിരിക്കണം. വിശ്വാസം ഉണ്ടാകുന്നതിന്റെ അടയാളം നമ്മളകത്ത് വരുന്ന സ്വസ്ഥതയാണ്. സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കുറിക്കുന്നതല്ല. സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, ക്രിസ്തുവിലാകുന്ന അനുഭവമാണ്. നമ്മുടെ ആ സ്വസ്ഥതയുടെ ശബത്തിന്റെ കാര്യങ്ങൾ ആചാരങ്ങളിലല്ല. ശബത്തിന്റെ എല്ലാ നടപടികളും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദാസന്മാർ ആമേൻ ഭയത്തോടുകൂടി അനുസരിക്കുമോ മക്കൾ സ്നേഹത്തിൽ അനുസരിക്കും. അപ്പൻ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ടാണ് ആമേൻ ഒരു മകൻ അപ്പനെ അനുസരിക്കുന്നത്. പക്ഷെ ദാസന്മാർ യജമാനെ അനുസരിക്കുന്നത് യജമാനന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ മക്കള്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് ഭയന്നിട്ടല്ല, സ്നേഹത്തിൽ നിന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് തക്ക പ്രതിഫലമുണ്ട്. വേലക്കാർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കവണ്ണം, മക്കൾക്ക് നാം ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കവണ്ണമല്ല, നമ്മുടെ ബന്ധത്തിന് പിതാവിന്റെ ധനത്തിനൊത്തവണ്ണം. ഈ ദിവസങ്ങളിൽ ആ പിതാവിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിനോടുള്ള ജീവനും സ്വസ്ഥതയും സമാധാനവും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓരോ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അസ്വസ്ഥമായ മനസ്സുകളുടെ അവസ്ഥ മാറട്ടെ. എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്തുള്ള ഭയം, അസ്വസ്ഥത എന്ന എൻ്റെ ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറുന്നത്. എനിക്ക് എന്തുകൊണ്ട് ഒരു ദിവസം പോലും സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ ദിവസവും എന്തെങ്കിലും എനിക്ക് ഭാരപ്പെടുന്ന വിഷയമുണ്ട് എന്നൊക്കെ അവരവരെ തന്നെ ശപിച്ച് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഉയരത്തിലെ ജീവൻ അവരിലേക്ക് വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അസമാധാനങ്ങളും മാറട്ടെ. എല്ലാ നാളെയെക്കുറിച്ചുള്ള ഭയങ്ങളും മാറട്ടെ. സ്വസ്ഥതയും സമാധാനവും ജീവനും അവരിലേക്ക് ഒഴുകട്ടെ. കർത്താവ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ജീവനും ഓരോരുത്തരിലേക്ക് വെളിപ്പെടട്ടെ. അവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളും മാറിപ്പോകട്ടെ. പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. കർത്താവിലുള്ള ഫേവർ, അതെ, അവർക്ക് വേണ്ടി ആമേൻ. അന്ന് എസ്തറിന് രാജാവിന്റെ ഫേവർ ലഭിക്കാനിടയായതുപോലെ, ആമേൻ, ദാനിയേലിന് രാജാവിന്റെ ഫേവർ ലഭിക്കാനിടയായതുപോലെ, ഹല്ലേലൂയ, ആമേൻ, ദാവീദിന് യോനാഥാന്റെ ഫേവർ ലഭിക്കാനിടയായതുപോലെ, കർത്താവ് ഹല്ലേലൂയ, നിന്റെ ജനത്തിന് ആമേൻ സ്പെഷ്യൽ ഫേവറുകൾ അവരുടെ ജീവിതത്തിനകത്ത് അവർ ഭയപ്പെടുന്ന വിഷയങ്ങളകത്ത് നീ തന്നെ അവർക്ക് വേണ്ടി ഉന്നതങ്ങളിൽ ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം അവരിൽ ഉണ്ടാവട്ടെ. എല്ലാ രോഗശക്തികളും മാറിപ്പോകട്ടെ. പൂർണ്ണമായ സമാധാനവും സ്വസ്ഥതയും ആശ്വാസം അവർ വെളിപ്പെടട്ടെ. കർത്താവ് അപ്പ അങ്ങ് തൊട്ടതിനായി, വിടുവിച്ചതിനായി, സൗഖ്യമാക്കിയതിനായി, അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. കൃപയെ സൂക്ഷിക്കണം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.